വയനാട്ടിലെ പനമരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ തുരത്തുന്ന ദൗത്യം ഇന്ന് രാവിലെ വീണ്ടും പുനരാരംഭിക്കുന്നതായിരിക്കും. കടുവയെ മയക്കുവെടി വെക്കാൻ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. പുളിക്കൽ പ്രദേശത്തുണ്ടായിരുന്ന കടുവ വനം വകുപ്പിന്റെ ദൗത്യത്തിനിടെ കൽപ്പറ്റ മാനന്തവാടി സംസ്ഥാന പാതയോട് ചേർന്നുള്ള എരനല്ലൂരിലെത്തിയിരുന്നു. ഈ പ്രദേശങ്ങളെല്ലാം 3 കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് രാത്രി തിരച്ചിൽ തുടർന്നുവെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. എം കമലാണ് നമ്മുടെ കൂടെ വിവരങ്ങൾ നൽകാനുള്ളത്. കമൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ നല്ല തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണല്ലേ. രാവിലെ വേക്കപ്പ് കേരള തുടങ്ങിയപ്പോൾ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ തണുപ്പിന്റെയൊക്കെ കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വയനാട്ടിലൊരു പ്രദേശത്ത് ഈ ഒരു സാഹചര്യത്തിൽ വലിയ ആശങ്കയൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളത് ഞങ്ങളിപ്പോൾ കണ്ടു. ആ ഒരു കടുവയുടെ ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ പ്രദേശത്ത് തന്നെയാണോ അതോ നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ? എങ്ങനെയാണ് ഇന്ന് പിടികൂടാനൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് പൂജ. തണുപ്പ് എന്തായാലും ഇന്നലത്തേക്കാളും അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടെയൊക്കെ സ്വല്പം മഴക്കാരൊക്കെ വന്നതുകൊണ്ട് ഇന്നലത്തെ അത്ര തണുപ്പില്ല. പക്ഷേ എങ്കിലും തണുത്ത അന്തരീക്ഷം തന്നെയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട പാടമാണിത്. ഇന്നലെ ആദ്യം കടുവ ഉണ്ടായിരുന്നത് ഈ പാടത്തിന് മറുവശത്തുള്ള ഒരു കുറ്റിക്കാട്ടിലാണ്. അവിടെ നിന്ന് രാത്രി പടക്കം പൊട്ടിച്ച് വനമേഖലയിലേക്ക് തുരത്താനാണ് വനംവകുപ്പ് ശ്രമിച്ചത്. പക്ഷേ പടക്കം പൊട്ടിച്ചപ്പോൾ കടുവ ഓടിയത് ഈ പാടത്തിന് കുറുകെ ഓടി ഈ വശത്ത് ഈ കമുക് കാണുന്ന ഈ ഭാഗത്തേക്ക് ഓടി കുന്നിൻ മുകളിലേക്ക് കയറുകയായിരുന്നു. അതായത് അത് കൽപ്പറ്റ മാനന്തവാടി സംസ്ഥാന ഹൈവേയുടെ അടുത്തേക്കാണ് ഓടിക്കയറിയത്. എരനല്ലൂർ ഭാഗത്ത് ഉണ്ട് എന്നാണ് അവസാനമായി ലഭിച്ചിരുന്ന ഒരു വിവരം. പക്ഷേ പിന്നീട് വനംവകുപ്പ് തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും രാത്രി കടുവയുടെ സാന്നിധ്യം എവിടെയും ഉറപ്പിക്കാനായിട്ടില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടാനാണ് തീരുമാനം. ഇന്നലെ വൈകിട്ട് തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ഇറങ്ങിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് കടുവയെ കാട് കയറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൂടുവെച്ച് പിടിക്കുക, അതും സാധ്യമല്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ്. എന്തായാലും തുരത്താനുള്ള ദൗത്യം രാത്രി തന്നെ പരാജയപ്പെട്ടു. കാരണം കടുവ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഓടിയത്. അതിലിനി അങ്ങനെ ഒരു ശ്രമം പ്രായോഗികമല്ല. കൂടുവെച്ച് പിടികൂടുകയാണെങ്കിലും കടുവ ഇതുവരെ ഏതെങ്കിലും വളർത്തുമൃഗങ്ങളെ വേട്ടയാടുകയോ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് ലൊക്കേഷനിൽ കൂടുവെച്ചാൽ തന്നെ ഇര വെച്ചാൽ കടുവ കൂട്ടിൽ കയറുമോ എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് മയക്കുവെടി എന്ന തീരുമാനത്തിലേക്ക് വനം വകുപ്പ് കടക്കുകയാണ്. ഇന്നലെ തന്നെ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ മയക്കുവെടി സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആദ്യ ദൗത്യം കടുവയെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതു ഭാഗത്താണ് പകൽ കടുവ ഉള്ളത് എന്ന് ലൊക്കേറ്റ് ചെയ്യണം. അതിനുശേഷം മയക്കുവെടി വെക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കും. ഇന്നലത്തെ ഒരു സാഹചര്യമാണെങ്കിൽ ഇന്നലെ ഏതാണ്ട് ഉച്ചയോടെയാണ് കടുവയെ എനിക്ക് പിന്നിലുള്ള ആ ഭാഗത്തുള്ള ഒരു കൊല്ലിയിൽ കണ്ടെത്തിയത്. ഏതാണ്ട് 1 മണിക്ക് കടുവയെ കണ്ടെത്തി. രാത്രി 8:20 വരെ കടുവ ആ സ്ഥലത്ത് നിന്ന് അനങ്ങാതെ അവിടെ വിശ്രമിക്കുകയായിരുന്നു. അതുപോലെ ഒരു ലൊക്കേഷനിൽ ഇന്ന് കടുവയെ കണ്ടെത്തുകയാണെങ്കിൽ ദൗത്യം എളുപ്പമാകും. പക്ഷേ അതാണ് ആദ്യത്തെ പടി. എവിടെയുണ്ടെന്ന് ഒന്നുകിൽ എവിടെ നിന്നെങ്കിലും പൊതുജനങ്ങൾ ഇതിന്റെ ഒരു സാന്നിധ്യത്തിന്റെ സൂചന കിട്ടി. എന്തായാലും ലൊക്കേറ്റ് ചെയ്തൊരു സാഹചര്യത്തിൽ ഇനി അവരെയൊക്കെ അധികം രംഗത്തിറക്കേണ്ട ഒരു ആവശ്യം വരത്തില്ലല്ലോ. ഒപ്പം തന്നെ ആ പരിസരത്തൊക്കെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. സ്കൂളുകൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം സൂക്ഷിക്കണം, ഇനിയിപ്പോൾ ലൊക്കേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ എത്രത്തോളം സൂക്ഷിക്കണം എന്നുള്ള നിർദ്ദേശം അവിടെ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് വനം വകുപ്പൊക്കെ? പൂജ, ഞാൻ ആദ്യ ദിവസം തൊട്ട് പറയുന്ന ഒരു സാഹചര്യം എന്താ വെച്ചാൽ ഇത് വനത്തിൽ നിന്ന് ഒരുപാട് അകലെയുള്ള പ്രദേശം. പനമരം ഒരു നഗര പ്രദേശമാണ്, ടൗണാണ്, കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല. അവിടുത്തെ ജനങ്ങൾക്ക് ഇത്തരമൊരു സാഹചര്യം നേരിട്ട് മുൻപരിചയമില്ല. അങ്ങനെ കടുവയോ പുലിയോ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള പ്രദേശമല്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ്. ഇന്നലെ പോലീസ് രാത്രി മുഴുവൻ പട്രോളിംഗ് നടത്തുന്നുണ്ടായിരുന്നു. ജനങ്ങൾ പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രധാന റോഡിന് സമീപത്തുള്ള സ്ഥലത്തേക്കൊക്കെയാണ് ഓടിക്കയറിയത്. പക്ഷേ എന്തായാലും അതിനുശേഷം എക്സാക്ട് ലൊക്കേഷൻ എവിടെ കടുവയുണ്ടെന്ന് കണ്ടെത്താനായിട്ടില്ല. കണ്ടെത്തി കഴിഞ്ഞാൽ മയക്കുവെടി വെക്കുന്ന കാര്യത്തിലേക്ക് കടക്കും. ആ മയക്കുവെടി വെക്കുന്ന സമയത്തുള്ളൊരു വെല്ലുവിളി, കടുവ കുറേ നേരം ഓടിയ ശേഷമേ മയങ്ങി വീഴുകയുള്ളൂ. ആ സമയത്തൊക്കെ വലിയ ജാഗ്രത വേണ്ടവരും. ഇന്നലെ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്ന ഈ മേഖലയിൽ അത് നീട്ടിയിട്ടുമുണ്ട്. കൂടുതൽ ശക്തമായ നടപടികൾ പോലീസ് സ്വീകരിക്കേണ്ടി വരും. മയക്കുവെടി വെക്കുന്ന സ്ഥലത്ത് ആൾക്കൂട്ടം ഒഴിവാക്കേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് ഇന്ന് വലിയ ഒരു മുൻകരുതലിലേക്കും ജാഗ്രതയിലേക്കുമായിരിക്കും വനം വകുപ്പും അതുപോലെ മറ്റ് അധികൃതരും, പോലീസും റവന്യൂ അധികൃതരും ഒക്കെ അതിനുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. വലിയ മുൻകരുതലുകൾക്ക് ശേഷമേ മയക്കുവെടി വെക്കാനാവുകയുള്ളൂ, പ്രത്യേകിച്ചും ഇതുപോലുള്ളൊരു സ്ഥലത്ത്.
തീർച്ചയായിട്ടും കമലാണ് ആ പ്രദേശത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ എത്രത്തോളം ജാഗ്രത ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നതും കമൽ വീണ്ടും നമ്മളിലേക്ക് പറയാനുള്ള കാര്യം, കാരണം അത് വനത്തോട് ചേർന്ന് നിൽക്കുന്ന അത്ര വലിയ പ്രദേശമല്ല, ജനങ്ങളൊക്കെ തിങ്ങി പാർക്കുന്ന ഒരു ഇടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെയുള്ളവർ ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, അതെല്ലാം കൃത്യമായി പാലിക്കണമെന്ന് വീണ്ടും വീണ്ടും അവിടെയുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കടുവയുടെ ദൃശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. കമലാണ് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത്.